സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിലും ഈ ശബ്ദ കാഴ്ചവൃത്തിയിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവനും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധമായി വാഴുവാനിടയാകട്ടെ. 2026 ഫെബ്രുവരി മാസത്തെ മനുഷ്യരക്ഷാ ധ്യാനത്തിൻ്റെ 6ാം ദിവസം വൈകിട്ട് സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു സെക്ഷനാണിത്. ഞാൻ പലപ്പോഴും ഇവിടെ നിന്ന് ജനത്തിൻ്റെ റെസ്പോൺസായിട്ട് കേട്ട ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് ദൈവദാസന്മാർക്കും ജനത്തിനും വേണ്ടി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്. എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ബഹുമാനിച്ചുകൊണ്ടാണ് ഇത് അറിയിക്കുന്നത്. പക്ഷേ ഇത് അറിയിക്കുമ്പോൾ ചിലവർക്ക് ഹൃദയങ്ങൾ കുത്തുകൊള്ളും. നിങ്ങളെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയല്ല, സത്യം അറിയാനും ആ സത്യം സ്വതന്ത്രമാക്കാനും ദൈവം നമുക്ക് വെച്ച ലക്ഷ്യത്തിലെത്താനും വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഈഗോ ഒന്നും വർക്ക് ചെയ്യാതെ, ഈഗോ നമ്മളെ തകർക്കും. പകരം വിശുദ്ധ ബൈബിളിലെ വചനം അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. വന്നിരിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ദേവദാസനെ, അങ്ങ് ദൈവരാജ്യം പ്രസംഗിച്ചു, ഇവിടെയുള്ളവരെല്ലാം ദൈവരാജ്യം എന്ന സുവിശേഷം അറിയിച്ചു. പക്ഷേ ചിലർ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവാണ് സുവിശേഷം എന്ന് പറഞ്ഞു പോകുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയേണ്ടത് യേശുക്രിസ്തു തീർച്ചയായും നമുക്ക് സുവിശേഷമാണ്. എന്താ ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ? എന്താ അതിൻ്റെ അർത്ഥം? നല്ല വിശേഷം എന്നല്ലേ? അപ്പൊ യേശുക്രിസ്തു സർവമാനവകുലത്തിനും വേണ്ടി ജനിച്ച, പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് സദ്വാർത്തയല്ലേ? സദ്വാർത്തയാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പിശാചിന്റെ വലിയൊരു തന്ത്രമായി ഈ വചനത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിശാചിന്റെ വലിയൊരു തന്ത്രം. അതായത് ബൈബിളിൽ ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളുണ്ട്. പിശാചി ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ തന്നെ ഉപയോഗിച്ച് ജനത്തെ അവരുടെ ലക്ഷ്യത്തിലെത്തിക്കാതെ വഴിതിരിച്ചു കളയുന്നു. ആക്ച്വലി ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, പല ദൈവദാസന്മാരാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്. അവരൊക്കെ പല സഭകളിലും ഉള്ളതാണ്. അവരൊക്കെ കേട്ട് വളർന്നതാണ് അവർ പ്രസംഗിക്കുന്നത്. പലരും അവർ കേട്ടത് ബൈബിളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കും, പലരും പരിശോധിക്കത്തില്ല. അവർ കേട്ടത് തന്നെ വീണ്ടും അവർ പ്രസംഗിക്കും. ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യും. ഈഗോ എന്ന് വെച്ചാൽ ഐ, ദ ഗ്രേറ്റ് ഐ. അപ്പോൾ അവരിതിനെ എതിർക്കും. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഒരിക്കലും പഠിച്ചു തീരുകയില്ല. ഓരോ സമയവും വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം തൻ്റെ പുതിയ ചിന്തകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ഇന്നലെ ഒരു ദേവദാസൻ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിച്ചത് പ്രായമായ ദേവദാസൻ മത്തായി കുഞ്ഞു പാസ്റ്റർ. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പാസ്റ്ററുടെ പുസ്തകം വായിച്ച് പലവട്ടം വായിച്ചിട്ടും തീരണില്ല. ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴും അതിന് പുതിയ അർത്ഥം വന്നുകൊണ്ടിരിക്കും.
അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇത് വെച്ചൊന്ന് കടുക് പൊട്ടിച്ച് ഇത്തിരി മുളക് കിട്ടുന്ന റെഡിയാക്കിയിട്ടാണ് എൻ്റെ സഭയിൽ കൊടുക്കുന്നത്. അതായത് അവർക്കും ടേസ്റ്റ് ആകത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ വേടാണ്. ഞാൻ ഇത് വെച്ചൊന്ന് കടുക് പൊട്ടിച്ച് ഒരല്പം മുളകും അതും ഇതൊക്കെ ഇട്ട് ജനത്തിന് ടേസ്റ്റ് ആകാത്ത രീതിയിൽ ഞാനോടെ കൊടുക്കുക. ഇതൊരിക്കലും വായിച്ച് തീരുന്നില്ല. ദൈവത്തിൻ്റെ വചനം വായിച്ച് തീരത്തില്ല. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ വായിക്കും തോറും പുതിയത് വന്നുകൊണ്ടേയിരിക്കാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ എല്ലാവരും ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരിക്കണം. ബെരോവയിലുള്ളവർ വചനം കേൾക്കുക മാത്രമല്ല, അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ ധാരാളം ദേവദാസന്മാർ, ഞാൻ ഇവിടെയും കേട്ടിട്ടുണ്ട്, പറയുന്നത് ഇന്ന് ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതുന്ന ദിവസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കേട്ടു. നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ കേൾക്കുന്നില്ല എന്ന്. ഞാൻ എവിടെയായാലും എൻ്റെ മൊബൈലിൽ ഇത് കേട്ടോണ്ടിരിക്കുകയാണ് നല്ലൊരു സമയത്തും. എനിക്ക് സൂം മീറ്റിങ്ങും വേണ്ട. ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം CCTV-യിൽ എവിടെ വെച്ച് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കാണാൻ, കേൾക്കാം. അപ്പോ നിങ്ങളുടെ പേര് ഇന്ന് ജീവപുസ്തകത്തിൽ എഴുതുന്ന ദിവസമാണെന്ന് ആരാ പറഞ്ഞു? എവിടെയാ ജീവപുസ്തകത്തിൽ എഴുതുന്ന പറഞ്ഞ്? ബൈബിൾ ഏതെങ്കിലും ഒരു വേടുണ്ടോ അങ്ങനെ ഇന്ന് നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുമെന്ന്? പിന്നെ ഇത് എങ്ങനെ ഈ ദേവദാസന്മാർക്ക് ഇത് കിട്ടിയത്? അവർക്കിത് കിട്ടിയത് അവരാരുടെ പ്രസംഗം കേട്ടോ ആ പ്രസംഗത്തിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അവരിത് അകത്ത് പോയത് പുറത്തേക്ക് ശ്രദ്ധിക്കണതാ. അകത്തേക്ക് പോയത് പുറത്തേക്ക് ശ്രദ്ധിക്കണം. അല്ലാണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന ഒരു വിഷയം ബൈബിളിൽ ഇല്ല. അതൊന്നും എഴുതണ വിഷയമില്ല, മായ്ക്കണ വിഷയമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പേരൊക്കെ എഴുതി എപ്പോഴാണെന്നറിയാമോ? ലോകാരംഭത്തിൽ നമ്മളെ തെരഞ്ഞെടുത്തപ്പോ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ലോകാരംഭത്തിൽ കുഞ്ഞാന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ. ഇപ്പോഴൊന്നും പേരെഴുതുന്നില്ല, ഇപ്പോൾ അത് മായ്ക്കുന്നതേ ഉള്ളൂ. അത് രക്ഷിക്കപ്പെടുമ്പോൾ പേരെഴുതുന്ന പരിപാടിയൊന്നും ഇല്ല. ഓൾറെഡി പേര് എഴുതിയിട്ടുള്ളവർക്കാണ് രക്ഷിക്കപ്പെടാൻ ഒരു അവസരം കിട്ടുന്നത്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ അത് കേട്ട് വിശ്വസിച്ചു. ഈ പുസ്തകത്തിൽ പേരില്ലാത്തവരുണ്ട്, അതും ബൈബിളിലുണ്ട്. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അനുഗ്രഹീതരാണ്. ആ പേരുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, മോശ രക്ഷിക്കപ്പെട്ടിട്ടില്ല. മോശയുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്. മോശ എന്ന് പറയുന്ന വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചത് യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ ആളൊന്നുമല്ല. പുറപ്പാട് 32:32 മോശ ദൈവത്തോട് പറയുന്നുണ്ട്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേക്കാൻ. ഇപ്പൊ എൻ്റെ ഭാഷ പറഞ്ഞാൽ ദൈവം പറഞ്ഞു, നീ നിന്റെ സൗകര്യം പോലെ മായ്ക്കാനിരിക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ മായ്ക്കും. എപ്പോഴാണെന്നറിയാമോ? എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ മായ്ച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇത് തന്നെയാണ് ദാവീദും പറയുന്നത്. ദാവീദിനും കുറെ പേരോട് ദേഷ്യം തോന്നിയപ്പോൾ പറഞ്ഞു അവരുടെ പേരങ്ങ് മാറ്റണമെന്ന് പറഞ്ഞു ജീവിതത്തിൽ നിന്ന്. അപ്പൊ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ അറിവില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അറിവില്ലായ്മ പാപമല്ല, അത് നിങ്ങൾ അറിയണം. അറിവില്ലായ്മ പാപമല്ല, പക്ഷേ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മനസ്സ് പുതുക്കി ഈ രൂപത്തിന് അന്തരം വരുത്താൻ തയ്യാറല്ലെങ്കിൽ അത് നിമിത്തം നമ്മളും ഒരുപക്ഷെ നഷ്ടപ്പെടും, നമ്മളുടെ പ്രസംഗം കേട്ട് പലരും നഷ്ടപ്പെടും. പക്ഷെ അറിഞ്ഞിട്ടും നമ്മളത് വീണ്ടും ആവർത്തിക്കരുത്. അപ്പോ ആ ഭാഗത്തേക്കല്ല ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അതാദ്യം ചോദിച്ചില്ല, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നുണ്ട്. അപ്പോ ഇവിടത്തെ ചോദ്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തു വന്ന് പ്രസംഗിച്ചത് മുഴുവൻ സുവിശേഷമാണ്. ആ സുവിശേഷം എന്ന് പറയുന്നത് ദൈവരാജ്യ സുവിശേഷമാണ്. അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവ് മനുഷ്യരോടുകൂടെ ജീവിക്കാൻ കടന്നു വരുന്നു.
ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സ്വർഗത്തിൽ പാടുന്ന പാട്ട്, ഭൂമിയിൽ പാടാത്ത പാട്ട്, വെളിപ്പാട് 5:9-10. യേശുക്രിസ്തു ദൈവത്തിനായി നമ്മളെ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. അപ്പൊ ഈ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആ ഭാഗം, വിലയ്ക്ക് വാങ്ങി എന്ന് പറയില്ല, രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുന്ന ഒരു തലം പിശാച് തന്ത്രപൂർവ്വം ആവിഷ്കരിച്ചു സുവിശേഷമായിട്ട്. പിതാവിന് കൊണ്ട് കൊടുക്കുന്നതും പിതാവോടുകൂടെ ഒരുമിച്ച് താമസിക്കുന്നൊന്നുമില്ല. അതെല്ലാം മാറ്റിയിട്ട് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, പല പല തന്ത്രങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് നിധി. ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്: വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. പലതുകൊണ്ടും പിശാച് അതിനെ ഒളിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠം എന്ന രീതിയിൽ അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് യേശുവെ കൊണ്ട് തന്നെ യേശു പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യത്തെ ഒളിപ്പിക്കുകയാണ്. മനസ്സിലായോ? യേശുവെ കൊണ്ട് തന്നെ യേശു പ്രസംഗിച്ച സുവിശേഷത്തെ ഒളിക്കുകയാണ്. ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ തന്ത്രം. പ്രിയ സഹോദരങ്ങളെ, മത്തായി 7:21, 22, 23 നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാ യേശുക്രിസ്തുവിന്റെ ന്യായാസനം. അതില് അവിടെ നിൽക്കുന്ന എല്ലാവരും, ദൈവദാസന്മാർ, സുവിശേഷകന്മാർ, എല്ലാവരും അവിടെ ഉണ്ട്. രക്ഷിക്കപ്പെട്ടവർ, ഇവരെല്ലാവരും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരും, സുവിശേഷം അറിയിച്ചവരും, രോഗികളെ സൗഖ്യമാക്കിയവരും, ഭൂതങ്ങളെ പുറത്താക്കിയവരും, പ്രവചിച്ചവരും ഒക്കെ ലിസ്റ്റ് എല്ലാം അവിടെ ഉണ്ട്. സഭ മൊത്തം അവിടെ ഉണ്ട്. ശ്രദ്ധിക്കുക, ഇവരാരെങ്കിലും പിതാവിന്റെ അടുക്കൽ സ്വർഗരാജ്യത്തിൽ കടന്നോ? യേശുക്രിസ്തു അവരോട് എന്നാ പറഞ്ഞേ? ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ലെന്നല്ല, അറിഞ്ഞിട്ടില്ല. അവര് പറഞ്ഞു, ഞങ്ങളങ്ങ് കർത്താവ് സ്വീകരിച്ചു, അങ്ങയുടെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, ഇത്രയും ചെയ്തു. ഇവരാരെങ്കിലും സ്വർഗ്ഗരാജ്യത്തിൽ കയറിയോ? നിങ്ങളുള്ള കാര്യം പറയാന്നേ, കയറിയോ? ഇല്ല. എന്താ ഇവർ ചെയ്തത് തെറ്റാണോ? യേശുവിനെ കർത്താവ് സ്വീകരിച്ച തെറ്റാണോ? സുവിശേഷം അറിയിച്ച തെറ്റാണോ? രോഗികളെ സൗഖ്യമാക്കിയ തെറ്റാണോ? എന്താണ് ഇവർക്ക് പറ്റിയത്? അല്ല, ഇവരെക്കാൾ കൂടുതലല്ലോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്താണ് ഇവർക്ക് പറ്റിയത്? ഇവര് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രത്തിൽ വീണു. യേശുവെ കൊണ്ട് യേശുവിന്റെ സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം മറക്കുന്ന തന്ത്രത്തിൽ വീണവരാ ഇവര്. ഇവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചില്ലേ? സ്വീകരിച്ചു. പക്ഷെ സ്വർഗ്ഗരാജ്യത്തിൽ കടന്നില്ല, പിതാവിന്റെ അടുക്കലെത്തിയില്ല, ലക്ഷ്യത്തിലെത്തിയില്ല, മാർഗത്തിൽ വന്നു, ലക്ഷ്യത്തിലെത്തിയില്ല. സുവിശേഷത്തിന് രണ്ട് ഭാഗമുണ്ട്, ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. മാർഗം കൊണ്ട് ലക്ഷ്യത്തെ അടക്കരുത്, മാർഗം കൊണ്ട് ലക്ഷ്യത്തിലെത്തണം. അതിനോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരട്ടെ. പലരും ഇവിടെ വന്നിട്ട്, ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഈ സ്ഥലത്ത് വന്നിട്ട്, അവർ ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു ആണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നു. എന്താണ് ഈ സംഭവം? ഞാൻ വീണ്ടും പറയാണ്, യേശു നമുക്ക് സുവിശേഷം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞത് അവർ വിശുദ്ധ ബൈബിളിലെ 2 തിമോത്തി അതിൻ്റെ 2:7-8 ഭാഗങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷെ മനസ്സിലാക്കുക, അവർ പറഞ്ഞതുപോലെ ഒരു ഭാഗം ബൈബിളിലില്ല. ബൈബിളിലുണ്ട് മലയാളത്തിൽ,
പക്ഷെ അതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് എടുത്തിട്ട് പിശാച് എന്ത് ചെയ്യുന്നു? മത്തായി 13:44 പറഞ്ഞതുപോലെ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. ആ നിധിയെ യേശു പ്രസംഗിച്ച സുവിശേഷത്തെ ഒളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളെ ഒളിപ്പിക്കാനായിട്ട് സ്വർഗരാജ്യം എന്ന യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷത്തെ ഒളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. യേശുക്രിസ്തു തീർച്ചയായും നമുക്ക് സുവിശേഷമാണ്. പക്ഷെ ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് നമ്മൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ എല്ലാ സുവിശേഷകരും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എനിക്ക് വിശുദ്ധ ബൈബിളിലൂടെ ബോധം തരിക, എനിക്ക് മാറാലോ. ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ആണ് സുവിശേഷമെന്ന് നമ്മൾ പറയുമ്പോൾ ഈ ജനം അത് കേട്ട് അതിലങ്ങ് നിൽക്കും. യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം എവിടെ? യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം എവിടെ? അതിനെ നമ്മൾ ഇതുകൊണ്ട് ക്യാൻസൽ ചെയ്യും. അതിനെ യേശു 3.5 വർഷം പ്രസംഗിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക, ഈ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഒരുങ്ങുക, ധൂർത്തപുത്രൻ മടങ്ങി വന്ന ആ അപ്പനോടുകൂടി ജീവിച്ചതുപോലെ നിന്നെ അതിനായി നിയമിച്ചിരിക്കുന്നു. 1 തെസ്സലോനിയൻസ് 5:9-10 നമ്മൾ പഠിച്ചു. ദൈവം നമ്മളെ കോപത്തിനല്ല, നാം ഉറങ്ങിയാൽ ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്, അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു ഇല്ലേ? ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു മുഖാന്തരം മാർഗം രക്ഷ പ്രാപിക്കാൻ അത്ര നിയമിച്ചത്. അത് യേശുവിനെ മാത്രം കൊണ്ടുവന്ന് പിതാവിനെ അങ്ങ് കട്ട് ചെയ്തു. അവസാനം യേശു ഇവരെയും കട്ട് ചെയ്തു. മനസ്സിലായോ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എൻ്റെ പിതാവിനെ ഇഷ്ടിച്ചാലേ സ്വർഗ്ഗരാജ്യത്തേക്ക് കയറത്തുള്ളൂ. അപ്പൊ ഇത് ആക്ച്വലി പിശാചിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് വീണതാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തു തീർച്ചയായും നമുക്ക് സുവിശേഷമാണ്. യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ പാപത്തിൽ നിലനിന്നേനെ. യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചതുകൊണ്ടാണ് നമുക്ക് സൗജന്യമായി രക്ഷ കിട്ടിയത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് സുവിശേഷമാണ്. എന്നാൽ അത് നമ്മൾ ബുദ്ധിയില്ലായ്മയിൽ ഉപയോഗിച്ചാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. കാരണം യേശുക്രിസ്തു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടും ഇല്ല. അതിനെല്ലാം മുമ്പ് യേശു സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷം ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നല്ല. ആ സുവിശേഷം മാർക്കോസ് 1:15 ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതായത് നിന്റെ ദൈവം നിന്നോടുകൂടെ, നിന്റെ അപ്പൻ നിന്നോടുകൂടെ പാർക്കാനുള്ള കാലം സമീപിച്ചു, അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ, ഞാനീ പറഞ്ഞ സന്ദേശത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞ സമയത്ത് നമ്മളിന്ന് പ്രസംഗിക്കുന്ന സുവിശേഷം ഉണ്ടായിട്ടില്ല. യേശു മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഉണ്ടാകുന്നതിന് മുമ്പേ യേശു എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിച്ചു. ആ സുവിശേഷത്തെ ക്യാൻസൽ ചെയ്യരുത്, അത് ലക്ഷ്യമാണ്. യേശു കാൽവരി ചെയ്തത് ലക്ഷ്യമല്ല, മാർഗമാണ്. മനസ്സിലായോ? യേശു ചെയ്തത് വഴിയാണ്, പക്ഷെ യേശു പ്രസംഗിച്ചത് ലക്ഷ്യമാണ്. ലക്ഷ്യം പിതാവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാ, പിതാവോട് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാ. മാർക്കോസ് 1:15 വായിച്ചേ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ഇതാരാ പ്രസംഗിച്ചേ? യേശുക്രിസ്തു. അപ്പോ സുവിശേഷത്തിൽ വിശ്വസിക്കാന്നല്ലേ യേശു പറഞ്ഞേ? ഏതാ ഈ സുവിശേഷം? യേശു അപ്പൊ മരിച്ചിട്ടുണ്ടോ? പറ സഹോദരങ്ങളെ, യേശു ഒന്ന് മരിച്ചിട്ടുണ്ടോ? ദാവീദിന്റെ പുത്രൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റോ? അപ്പൊ പിന്നെ ഏത് സുവിശേഷത്തെ കുറിച്ച് യേശു പറയണേ? ഇവിടെ വെറും മണ്ടന്മാരാകരുത്. യേശു സുവിശേഷം പ്രസംഗിച്ചിട്ടാ പറയണ ഈ സുവിശേഷത്തെ വിശ്വസിക്കാൻ. എന്ത് സുവിശേഷം യേശു അറിയിച്ചേ? അവരെഴുതിയിരിക്കുന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അതിന്റെ 14 വായിച്ചേ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. മനസ്സിലായോ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം അതാണ് നിന്റെ അപ്പൻ നിന്നോടുകൂടെ പാർക്കാൻ വരുന്നു, നീ മാനസാന്തരപ്പെടാൻ പറഞ്ഞത്.
പിടുത്തം കിട്ടിയ? അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അതാണ് സുവിശേഷം. മനസ്സിലായോ? അതാണ് സുവിശേഷം. ഇതാണ് ബൈബിൾ ഇങ്ങനെ തീരുന്നത്. അവസാനം വെളിപ്പാട് 21 ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. പിടുത്തം കിട്ടിയ? അങ്ങനെ അപ്പനും മക്കളും കൂടെ ഒരുമിച്ച് പാർക്കുന്നതാണ് സുവിശേഷം. അതാണ് യേശു പ്രസംഗിച്ചത്. പിടുത്തം കിട്ടിയ? എന്നാൽ 3.5 വർഷം ഇത് പ്രസംഗിച്ചതിന് ശേഷം യേശു ക്രിസ്തു ഈ സുവിശേഷത്തിലേക്ക് എത്താൻ, ദൈവത്തോടെ പാർക്കാൻ പാപികളായ നമുക്ക് കഴിയില്ല. നമ്മളെ അതിന് കഴിവുള്ളവനാക്കാൻ യേശു ഒരു പ്രവൃത്തി ചെയ്തു. താനത് പ്രസംഗിച്ചില്ല, ഒരു പ്രവൃത്തി ചെയ്തു. ഇത്രയും നാൾ നാം പ്രസംഗിച്ചു, ഇനി ഒരു പ്രവൃത്തി ചെയ്തു. അതാണ്, അതിലേക്ക് നമുക്ക് വഴിയൊരുക്കുകയാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം കാൽവരിയിൽ ചെയ്തു, ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. എങ്ങോട്ടേക്ക്? താൻ പ്രസംഗിച്ച ആ സന്ദേശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ, പിതാവോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ. മനസ്സിലായോ? അത് മാർഗമാണ്. അതുകൊണ്ട് അത് നമുക്ക് സുവിശേഷം ആണ്, നല്ല വിശേഷം തന്നെയാ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇനി അതുകൊണ്ട് ലക്ഷ്യം മറക്കരുത്. പിതാവോടുകൂടിയുള്ള ജീവിതമാണ് നിധി, സ്വർഗരാജ്യ സുവിശേഷം. അതാണ് മത്തായി 13:44 പറയുന്നത്. സ്വർഗരാജ്യം, യേശു പ്രസംഗിച്ച സുവിശേഷം വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. മനസ്സിലായോ? സുവിശേഷം നിധിയാണ്. അത് ഒളിച്ചു വെച്ചിരിക്കുക. ആര്? പിശാച്. വായിക്കുക. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. നിധിയോട് സദൃശ്യം. അപ്പൊ യേശു എന്നാ പ്രസംഗിച്ചേ? സ്വർഗരാജ്യം സമീപിച്ചു, ദൈവരാജ്യം സമീപിച്ചു. അത് നിധിയാണ്. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവത്തോടുള്ള ജീവിതമാണ് നമ്മുടെ നിധി. ഹല്ലേലൂയ. അത് നിധിയാണ്. അത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ലോക സിസ്റ്റത്തിൽ പിശാച്, വയൽ എന്ന് വെച്ചാൽ ലോകം, ലോക സിസ്റ്റത്തിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പിശാച് ഭക്തന്മാരിൽ ഇത് ഒളിക്കുന്നത് യേശുവിനെ കൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? ആരംഭം കൊണ്ട് അവസാനത്തെ മറയ്ക്കുന്നു, മാർഗം കൊണ്ട് ലക്ഷ്യത്തെ മറയ്ക്കുന്നു. അതിനു വേണ്ടി ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉപയോഗിക്കുന്നു. ഇതാണ് സംഭവം. ഒരൊറ്റ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് ബൈബിളിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതിനെ അങ്ങ് മറച്ചു കളയും. ഇവിടെ ഇത് മനസ്സിലാക്കുക. വായിച്ചേ 2 തിമോത്തി 2:7-8. ഇത് ഒരു ക്യാൻസർ പോലെ അങ്ങ് പകർന്നിരിക്കുക ആളുകളിലേക്ക്. ക്യാൻസർ പോലെ. ആക്ച്വലി ഇതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. ബൈബിളിൽ പറയുന്നുണ്ട് ചിലരുടെ വാക്കുകൾ ക്യാൻസർ പോലെയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ക്യാൻസർ പോലെ അങ്ങ് പരന്നിട്ട് യേശുക്രിസ്തു പ്രസംഗിച്ച നിധിയെ, സ്വർഗരാജ്യത്തെ ഇതങ്ങ് മറച്ചു കളയും. വായിക്കാം. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ശ്രദ്ധിച്ചേ, ഇതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. പക്ഷെ ഇത് അങ്ങോട്ട് ഒരു ക്യാൻസർ പോലെ അങ്ങ് പകരുകയാണ്. ക്യാൻസർ പോലെ അങ്ങ് പടരുക. അപ്പോ ഇതാകുന്നു സുവിശേഷമെങ്കിൽ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇതാകുന്ന സുവിശേഷമെങ്കിൽ യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം അവിടെ പോയി. യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷം അവിടെ പോയി. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, യേശു ക്രിസ്തു തീർച്ചയായും നമുക്ക് സുവിശേഷമാണ്. പക്ഷെ ഇത് ഈ സ്റ്റേജിൽ കൊണ്ടുവന്നപ്പോ മറ്റേ സുവിശേഷം യേശു പ്രസംഗിച്ചത് ക്യാൻസലായി. അതുകൊണ്ടാണ് ഇന്ന് ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും യേശു പ്രസംഗിച്ച സുവിശേഷമില്ല. അതുകൊണ്ടാണ് മത്തായി 7:21, 22, 23 ദൈവദാസന്മാർ യേശുവിനെ കർത്താവായി സ്വീകരിച്ച കർത്താവ് ഗറ്റോരടിച്ചേ. കാരണം അവർക്ക് യേശുവിനെ അവർ സ്വീകരിച്ചു, യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, ആ സുവിശേഷം പോയി അറിയിച്ചു. പക്ഷെ ലക്ഷ്യത്തിലെത്തിയില്ല, ഗറ്റോരടിച്ചു. ഇന്ന് ഭൂമി മുഴുവൻ, ഓൾമോസ്റ്റ് ഓൾ എന്ന് പറയാം, കുറച്ചൊഴിച്ച് ഈ ഒരു ക്യാൻസറിന്റെ, അർബുദത്തിന്റെ കീഴിലാണ്. അതാ മത്തായി 7, 21, 22, 23 യേശു കർത്താവായി സ്വീകരിച്ചിട്ട് ഗറ്റോരടിപ്പിക്കുന്ന കർത്താവ്. കാരണം അവർ ഈ യേശുവിനെ കാൽവരിക്കുരിശിൽ മരിച്ചു എന്നും യേശു എന്റെ കർത്താവാണെന്നും വിശ്വസിച്ച് ഏറ്റവരാണെന്നേ. പക്ഷെ യേശു തിരിച്ചു പറഞ്ഞ എന്തുവാ? എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല
ഇത് കേട്ടിട്ടെങ്കിലും സുബോധം വരണ്ടേ? എന്റെ പ്രിയ മക്കളെ, ഈ ഒരു വചന സ്ക്രീനിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണിത്. ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉപയോഗിച്ച് യേശു 3.5 വർഷം പ്രസംഗിച്ച സുവിശേഷത്തെ അങ്ങ് എടുത്തു കളഞ്ഞു. നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവരോ അതിന്റെ തൊട്ടടുത്ത് 2 ഇംഗ്ലീഷ് കിടക്കുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കാമോ? അവിടെ പറയാണ്, ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിനും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എന്റെ സുവിശേഷം. അങ്ങനെയല്ലേ? അല്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത് KJV കാണാം, അതിന്റെ തൊട്ടടുത്ത് ASV കാണാം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷനും കാണാം, കിങ് ജെയിംസ് വെർഷനും കാണാം. അവിടെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോ ഇതിന്റെ ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല അവിടെ കാണുന്നേ. ദിസ് ഈസ് മൈ ഗോസ്പൽ എന്നല്ല. നമുക്ക് അതിന് ഗ്രീക്കിലേക്ക് പോവാം. ഇംഗ്ലീഷ് ആദ്യം വരട്ടെ. ദിസ് ഈസ് മൈ ഗോസ്പൽ എന്നല്ല. അവിടെ പറയുന്നത് എന്നാന്നറിയാമോ? അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, ഞാൻ പറഞ്ഞ സുവിശേഷം അനുസരിച്ച്. അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, ഞാൻ പറഞ്ഞ യേശുവിനെ ഓർത്തുകൊള്ളണം. ഏത് യേശുവിനെ? ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞാൻ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ലേ? ആ യേശുവിനെ എന്റെ മകനായ തിമോത്തിയോസേ, നീ കഷ്ടങ്ങളിലൂടെ കടക്കുമ്പോൾ ഓർത്തുകൊള്ളണം. മനസ്സിലായോ? നീ കഷ്ടങ്ങളിലൂടെ കടക്കുമ്പോൾ ഞാൻ പറഞ്ഞ സുവിശേഷ പ്രകാരം, ആ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവില്ലേ, ആ യേശുവിനെ നീ കഷ്ടങ്ങളിലൂടെ കടക്കുമ്പോൾ നീ ഓർത്താൽ നിനക്ക് ജയം പ്രാപിക്കാം എന്നതാണ് സന്ദേശം. മനസ്സിലായോ? ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് കിട്ടിയ അതും എടുത്തോണ്ട് അങ്ങ് പോവുക. എന്നിട്ട് ബൈബിളിലെ സുവിശേഷത്തെ തന്നെ പിശാച് കട്ട് ചെയ്തു. ഇത് തിരിച്ചറിയാൻ കഴിയാതെ സുവിശേഷകന്മാർ ഇത് സുവിശേഷം, യേശു പ്രസംഗിച്ച സുവിശേഷം പ്രസംഗിക്കാതെ അവർ സുവിശേഷം അറിയിക്കുന്നു. ജനം രക്ഷിക്കപ്പെടുന്നു, അവര് അത് തന്നെ പോയി ചെയ്യുന്നു. ഇതാ വീണ്ടും ജനിച്ച ദിവസത്തിൽ പേരാവൂന്ന് പറയുന്നു. ഇതൊന്നും ബൈബിളിൽ ഇല്ല എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നത് പോലുമില്ല. ഇത് കേട്ട അടുത്തവൻ ഇത് ഏറ്റെടുത്ത് ഇത് പോയി പ്രസംഗിക്കുന്നു. അങ്ങനെ കൂട്ടം കൂട്ടമായി യേശുവിനെ കർത്താവായി സ്വീകരിച്ചവർ മത്തായി 21, 22, 23 യേശുവിന്റെ മുമ്പിൽ വരുന്നു. ഈ സുവിശേഷം അറിയിച്ചവർ യേശുവിന്റെ മുമ്പിൽ വരുന്നു. യേശു അവരോട് പറയുന്നു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് പറയുമ്പോൾ വെറും മണ്ടന്മാരാകരുത്. സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരാകരുത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം എന്ന് പറഞ്ഞാൽ എന്നാ നിങ്ങൾക്ക് അറിയോ? ഇത് പൗലോസിന്റെ വില്ല്, the last will of Paul the apostle. താൻ അവസാനം എഴുതിയ ലേഖന. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് റോമിൽ താൻ ചങ്ങലേ കിടക്കുക. തന്റെ 2ാമത്തെ ജയിൽവാസം റോമില്. ആദ്യം 2 വർഷം വീട്ടുതടങ്കല്ലായിരുന്നു. ഇപ്പൊ അവിടെയല്ല, കാരാഗ്രഹത്തിൽ കിടക്കുക. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ കൊല്ലാൻ പോവോ തന്നെ. നീറോ ചക്രവർത്തി വെട്ടാൻ പോവോ തന്നെ. ഇതാ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടാൻ പോവാ. അപ്പോൾ തന്റെ സുവിശേഷ പ്രവർത്തന നിമിത്തം വീണ്ടും ജനിച്ച ഒരു യൗവനക്കാരനായ എഫേസോസ് സഭയിലെ, ജാതീയ സഭയിലെ ഒരു പാസ്റ്ററുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് തിമോത്തി. തിമോത്തിക്ക് തന്റെ അവസാന ലെറ്റർ എഴുതുക. എന്റെ മകനായ തിമോത്തി, ഞാൻ ഇവിടെ ജയിലിൽ കിടക്കുക. ഞാൻ ചങ്ങല ധരിച്ച് സഹനത്തിലൂടെ കടന്നു പോവുക. കുറച്ച് ദിവസത്തിനുള്ളിൽ എന്റെ തല കട്ടിയും എന്റെ രക്തം ഒരു പാനീയാഗം പോലെ ഒഴിക്കപ്പെടാൻ പോവാ. മോനെ തിമോത്തി, നീ എന്നെ പോലെ കഷ്ടം സഹിക്കണം. നീ കഷ്ടം സഹിക്കുമ്പോണ്ടല്ലോ തകർന്നു പോകരുത്. നമുക്ക് മുമ്പ് കഷ്ടം സഹിച്ച ഒരുവനുണ്ട്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ സുവിശേഷത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞ ആ ക്രിസ്തു ഇല്ലേ, ആ ക്രിസ്തുവിനെ നീ ഓർത്താൽ കഷ്ടത്തിലൂടെ ജയം പ്രാപിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന സന്ദേശമാണ് കൊടുത്തേക്കണേ.
സുവിശേഷകന്മാർ ഇതിന്റെ മുമ്പും പിമ്പും ഒക്കെ വായിച്ചു നോക്ക്. മുഴുവൻ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് എഴുതി വെച്ചേക്കണേ. അതുകൊണ്ട് ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ക്രിസ്തീയ ഗോളം മുഴുവൻ ചതിച്ചു. ഇനി ഇംഗ്ലീഷ് വരുമ്പോ കുറെ ഡൈലൂട്ട് ഇംഗ്ലീഷ് ഉണ്ട്, അതും കൊണ്ടുവരും. ദിസ് ഈസ് മൈ ഗോസ്പൽ എന്നും പറഞ്ഞ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഗ്രീക്കിലേക്ക് പോവാം. ഇതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ്. ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവർ എഴുതിയേക്കണെന്നറിയാമോ? ഈ വേർഡിനെ ദിസ് എന്നല്ല, കറ്റ, KATA എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ആ കറ്റ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനാണ്, കണക്റ്റഡ് വേർഡാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രകാരം, എഗനസ്റ്റ്, അക്കോർഡിംഗ്. അതൊരിക്കലും ദിസ് എന്നുള്ളതിനല്ല ഉപയോഗിക്കുന്നത്. നമുക്കത് സ്ക്രീനിൽ കൊണ്ടുവരാം. ദേവദാസന്മാരൊക്കെ ഇത് പരിശോധിക്കണം. ക്രിസ്തീയ ഗോളം മുഴുവൻ ചതിച്ച്. യേശു തീർച്ചയായും നമുക്ക് സുവിശേഷ ആകാശങ്ങളിൽ മനുഷ്യരെ പാപത്തെ രക്ഷിക്കാൻ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് യേശു 3 വർഷം പ്രസംഗിച്ച സുവിശേഷത്തെ ബൈബിളിന്റെ സിലബസിൽ നിന്ന് എടുത്തു കളഞ്ഞു, ദേവദാസന്മാരുടെ മണ്ഡലത്തെ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് അവർ തിരിച്ചറിയുന്നില്ല. പിശാചിന്റെ കയ്യിലെ ആയുധമായി 4:4 പറയുന്നു, യേശു ക്രിസ്തു പ്രസംഗിച്ച ആ തേജസ്സുള്ള സുവിശേഷം, ദൈവരാജ്യം, അതിന്റെ പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ വാക്കിലൊന്ന് നിൽക്കാൻ പോവാം. നമ്മളെപ്പോഴും ഒരു കാര്യം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. തെറ്റ് ഈ ലോകത്ത് പെട്ടെന്ന് ഓടും, ശരി ഓടത്തില്ല. കാരണം ഇത് പിശാചു വരുന്ന ലോകമാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് തെറ്റിലേക്ക് പോകാൻ മനുഷ്യന് ഓ ലോർഡ് ഐ ലവ് യു. നിങ്ങളെ സ്ക്രീനിൽ കാര്യങ്ങൾ കാണുക, മനസ്സിലാക്കുക. ഇതിന്റെ ടൈറ്റില് സുവിശേഷം എന്തെന്നറിയാത്ത കുരുടന്മാരായ സുവിശേഷകർ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. ശ്രദ്ധിച്ചേ, സുവിശേഷം എന്തെന്നറിയാത്ത കുരുടന്മാരായ സുവിശേഷകർ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞേ, ഇന്ന് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഈ നരകത്തിലേക്ക് പോകുന്നേ? യേശുവിനെ കർത്താവായി സ്വീകരിച്ച് മത്തായി 7:21, 22, 23 കർത്താവ് പറഞ്ഞ കാര്യം ഇതാ: കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇന്ന് കുരുടന്മാരായ വഴികാട്ടികളാണ് വളരെ കുറച്ചേ ഉള്ളൂ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ക്രിസ്തുവിന്റെ മനസ്സില്ലാത്തവനൊക്കെ കുരുടനാ. കർത്താവിന്റെ വചനം പറയുന്നത്, നീ അധികം വരെ ഉപദേശിക്കാൻ പോകരുത്, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നീ ഒരു ഉപദേഷ്ടാവാകരുത്. ഇന്ന് ഉപദേശത്തിന്റെ പ്രളയമാണ്. വാട്സപ്പിലേക്ക് നോക്കിയാൽ, ഫേസ്ബുക്കിലേക്ക് നോക്കിയാൽ, ഏത് സോഷ്യൽ മീഡിയയിൽ ഏതും ഉപദേശം പ്രളയമാണ്. സത്യം വേറെ ഞാൻ അങ്ങനെ തിരിച്ചറിയാം. ഈ അന്ത്യകാലത്ത് ഒരുത്തൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വലിയ പാടാ. എല്ലാം വചനമൊന്നും പറഞ്ഞല്ലേ കൊടുക്കണേ, വചനമെന്ന് പറഞ്ഞാ കൊടുക്കണേ. വായിച്ചേ ലൂക്കോസ് 6:39. യേശു പറഞ്ഞത് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കുക. നിങ്ങളെ നയിക്കുന്ന ദൈവദാസന് ക്രിസ്തുവിന്റെ മനസ്സില്ലെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ആഘോഷമായി നരകത്തിലേക്ക് പോവുക. അതാണ് മത്തായി 7:22, 23 എല്ലാവരും പോയത്. Get out. ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. വായിക്കേ. അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? മനസ്സിലായോ? കുരുടനെ വഴികാട്ടാൻ കഴിയുമോ? അതായത് ക്രിസ്തുവിന്റെ മനസ്സില്ലാത്ത ഒരുവൻ. ക്രിസ്തുവിന്റെ മനസ്സ് മുഴുവൻ എന്തുവാ? തന്റെ പിതാവിന് ഇഷ്ടമായിരുന്നു ദൈവരാജ്യം. അതാ നമ്മളോട് പറഞ്ഞേ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ. മനസ്സിലായോ? ആ മനസ്സില്ലാത്ത ഒരുവനാണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം പോയി.
കാരണം കുരുടനെ വഴി നടത്തി ഇരുവരും കുഴിയിൽ വീഴും. ഇതല്ലേ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞ, ഇന്നൊന്നും ഒരു സഭയിൽ ഒരു പാസ്റ്റർ ഇതെടുത്ത് പ്രസംഗിക്കത്തില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതൊക്കെ പ്രസംഗിക്കണേ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായിട്ട് ഇവൻ പ്രാർത്ഥനാലയത്തിൽ പോലും ഞാൻ കേട്ടിട്ടില്ല ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്നതായിട്ടത്. നിങ്ങൾ കരയും കടലും കടന്ന് ഒരുത്തനെ മാറ്റി ചേർക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യരാക്കുന്നു. ഇത് പറഞ്ഞത് ഞാനല്ല, യേശുക്രിസ്തുവാ. ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം അത് പറയാൻ തക്കവണ്ണമുള്ള മനസ്സ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എടുത്തേക്ക് വായിച്ചേ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും 14-15. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരായും ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. മനസ്സിലായോ? ഇന്നത് എവിടെയെങ്കിലും ആരെങ്കിലും പറയോ? യേശുക്രിസ്തു പറയാണ് ദൈവദാസന്മാരോട്, നിങ്ങൾ സുവിശേഷം എന്ന രീതിയിൽ ഓരോരുത്തരെ ബൈബിളും പഠിച്ചോണ്ട് നടക്കുക പ്രസംഗിക്കാൻ. അതുകൊണ്ട് ആളെ കിട്ടുന്നുണ്ടോ? പിന്നെ ഈ കുരുടന്മാരായ ജനത്തിന് ഇവർക്ക് ഇപ്പൊ ആരാധിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവരും കൂടെ വന്നോളൂ. എല്ലാത്തിനും പല വിഷയങ്ങളുണ്ടല്ലോ. കടലും കരയും കടന്ന് നിങ്ങൾ ഒരുത്തനെ മാറ്റി ചേർക്കുന്നു. എന്താ പ്രസംഗിക്കണേ? ബൈബിൾ, തോറ. ആളെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ജഡ്ജി പറയാ, നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കുന്നു. നരകയോഗ്യരെ സ്വർഗയോഗ്യരാക്കാനാണ് ഇവരെ നിയമിച്ചത്. പക്ഷെ ഇവർ നരകയോഗ്യരെ ഇരട്ടിച്ച നരകയോഗ്യരാകുന്നു. ഇവരും അങ്ങോട്ട് തന്നെ. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാ പറഞ്ഞത്, നിങ്ങളുടെ ദേവദാസന് ക്രിസ്തുവിനെ മനസ്സില്ല എങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക. ഹല്ലേലൂയ. എന്റെ ജനമായുള്ളവരെ, അവരുടെ പാപങ്ങളിൽ പങ്കാളികളാകാതിരിപ്പാൻ അവളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോ. ഇനിയേ അതിന്റെ 13 പറയാണ്, യേശുക്രിസ്തു പറയാ, നിങ്ങൾ എന്നാ ചെയ്യണേന്നറിയാമോ? നിങ്ങൾ അവർക്ക് ചർച്ച അടച്ചു കളയുന്നു. ഒരു ചർച്ചിലും അവരെ കയറ്റിന്ന് ആരാധിപ്പിച്ചു കൂടെ എന്നല്ല പറയണേ. നിങ്ങൾ അവർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിധി അടച്ചു കളയുന്നു. നിധി യേശു പ്രസംഗിച്ച നിധി, സുവിശേഷം അടച്ചു കളയുന്നു. വായിക്കേ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരായും ഉള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ഏതാ അടച്ചു കളയുന്നത്? സ്വർഗരാജ്യമാണ് നിധി. വയലിൽ ഒളിച്ചു വെച്ച നിധി. സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ലക്ഷ്യം അടച്ചു കളയുന്നു. അതല്ലേ മത്തായി 7:20-21 കണ്ടത്. ലക്ഷ്യം പോയി, ഒരിടത്തിൽ സ്വർഗരാജ്യം കയറിയില്ല. കർത്താവ് എന്നെ പറഞ്ഞേ, എന്നെ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് നിധിയിൽ കടക്കുകയുള്ളൂ, സ്വർഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ലക്ഷ്യം പോയി. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രം കണ്ടോ? ലക്ഷ്യത്തിലെത്തിക്കത്തില്ല. ഭയങ്കര സുവിശേഷീകരണവും പ്രാർത്ഥനയും ആരാധനയും ഒക്കെയാ, ലക്ഷ്യത്തിലുണ്ടാവില്ല. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പോ സുവിശേഷം എന്തെന്നറിയാത്ത കുരുടന്മാരായ സുവിശേഷകരെ കൊണ്ട് ഇവിടെ നിറഞ്ഞു കിടക്കുക. ദൈവം അവർക്ക് പേരിട്ടിരിക്കുന്ന ആകാത്ത വേലക്കാർ. ഭയങ്കര വേലയാ, ആകാത്ത വേലക്കാർ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിന് ഇതെല്ലാം പിശാചിന്റെ കയ്യിലെ കളിപ്പാവകളായി മാറുക. ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ, അവൻ നിങ്ങളെ തോൽപ്പിക്കുകയാണ്. എന്റെ പ്രിയ ദേവദാസന്മാരെ, ഞാൻ നിങ്ങളോട് കണ്ണുനീരോടുകൂടെ പറയുക, ഈ ലോക സിസ്റ്റത്തിലെ സുവിശേഷത്തിൽ ഓടല്ലേ, വിശുദ്ധ ബൈബിളിലെ യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിൽ പോ. നിങ്ങളെയും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ജനത്തെ രക്ഷിക്കേ. യേശു പറയുക, എന്നെ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കടക്കോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാറ്റാൻ പറ്റുമോ? അതല്ലേ നിയമം. അത് നിങ്ങൾ എങ്ങനെ മാറ്റും? ആ ദൈവ ഇഷ്ടം എന്നാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ജനത്തിന് അറിയോ? ഈ ജനം നഷ്ടപ്പെട്ടു പോവില്ലേ? സുവിശേഷകരെ ശ്രദ്ധിക്കേ.
പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് യേശുവിനെ കൊണ്ട് യേശു പ്രസംഗിച്ച നിധിയായ ദൈവരാജ്യ സുവിശേഷത്തെ, ആ സന്ദേശത്തെ മറയ്ക്കുന്നത്. യേശുവിനെ കൊണ്ട് യേശുവിന്റെ സന്ദേശത്തെ മറയ്ക്കും. മാർഗത്തെ കൊണ്ട് ലക്ഷ്യത്തെ മറയ്ക്കും. യേശുവാണ് വഴി. ഇതാണ് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും ലക്ഷ്യത്തിലെത്തില്ല, പിതാവിന്റെ അടുക്കലെത്തില്ല. ലക്ഷ്യത്തെ മറയ്ക്കുന്നു. അപ്പോ അതിന് ഉപയോഗിക്കുന്ന ഒരു വചനമാണിത്. ഏത്? ഈ 2 തിമോത്തിയിലെ ട്രാൻസാക്ഷൻ മിസ്റ്റേക്ക്. ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചെഴുന്നേറ്റ യേശു ക്രിസ്തു ആവുന്നു എന്റെ സുവിശേഷം. ദിസ് ഈസ് ഗോസ്പൽ. എന്റെ പൊന്നുമക്കളെ, യേശു തീർച്ചയായും സുവിശേഷ, പക്ഷെ അതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് കൊണ്ട് യേശു പ്രസംഗിച്ച നിധിയെ ക്യാൻസൽ ചെയ്യുക. അതുണ്ടാകരുത്. നമ്മൾ അങ്ങോട്ട് പോവാ. അതിനു മുമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. യേശുവെ കൊണ്ട് യേശുവിന്റെ സുവിശേഷം മറയ്ക്കുക, അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. ശ്രദ്ധിക്കുക, ഈ ലോകത്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കൂടുതൽ പേരും സൗജന്യമായതിനെ സ്വീകരിക്കുകയും വില കൊടുക്കേണ്ടതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മളുടെ രീതി, അല്ലേ? സൗജന്യമായി കിട്ടുന്നത്, റേഷൻ കടയിൽ ഇത്ര സൗജന്യമുണ്ട്, അതിങ്ങ് പോരട്ടെ, മറ്റേതിനോ അതിന് പൈസ കൊടുക്കണം, അത് വേണ്ട. സുവിശേഷത്തിൽ ഇതുപോലെയുണ്ട്. സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് വില കൊടുക്കേണ്ടതുണ്ട്. സൗജന്യമായി കിട്ടുന്നതാണ് യേശു വില കൊടുത്ത് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി. സൗജന്യമായി കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. രക്ഷ സൗജന്യമാ. പക്ഷെ ദൈവരാജ്യം അവകാശമാക്കണം സൗജന്യമല്ല, ഞാനും നിങ്ങൾ വില കൊടുക്കണം. അപ്പൊ വില കൊടുക്കേണ്ടതിന് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിശാച് അതാണ് മറക്കുന്നത്. ഇതാ യേശു ക്രിസ്തു പറയുന്നത്, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാ. അത് ഒരു മനുഷ്യൻ കണ്ടിട്ട് പാട്ടുപാടി വാങ്ങിയെന്നല്ല, പ്രാർത്ഥിച്ചു വാങ്ങിയെന്നല്ല, ഉപവസിച്ചു വാങ്ങിയെന്നല്ല, തനിക്കുള്ളത് മുഴുവൻ വിറ്റു വാങ്ങി. മനസ്സിലായോ? വെറും വിഡ്ഢികളാകല്ലേ എന്റെ സഹോദരങ്ങളെ. ദേവദാസനെ ബഹുമാനത്തോടുകൂടി തന്നെ പറയണേ, വെറും വിഡ്ഢികളാകല്ലേ, ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ആകല്ലേ. സുവിശേഷത്തിൽ സൗജന്യമായി കിട്ടുന്നുണ്ട്. അതാണ് യേശു വില കൊടുത്ത രക്ഷ, നമുക്ക് സൗജന്യമാണ്. എന്നാൽ അതാണ് മാർഗം. ലക്ഷ്യം ദൈവരാജ്യം അവകാശമാക്കുന്ന സൗജന്യമല്ല. ഞാനും നിങ്ങളും അത് ജീവിതം വില കൊടുത്തു വാങ്ങണം. ജീവിതമാകുന്ന ആ ജീവിതം യേശു കർത്താവിന് വേണ്ടി കൊടുത്തു വാങ്ങണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവരാജ്യം വിലയേറിയ മൊത്തം അന്വേഷിക്കുന്ന ഒരു വ്യാപാരിക്ക് തുല്യന. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടാറെ തനിക്കുള്ളതെല്ലാം വിറ്റ്. അല്ലാണ്ട് പാട്ടുപാടിയും പ്രാർത്ഥിച്ചു വാങ്ങിയെന്നല്ല. പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കണമൊക്കെ നല്ലതാ. തനിക്കുള്ളത് വിറ്റ് അത് വാങ്ങി. മനസ്സിലാകുന്നുണ്ടോ? വിറ്റ് വാങ്ങുന്നതാണ് ദൈവരാജ്യം. ദൈവരാജ്യം ലക്ഷ്യമാണ്, രക്ഷ മാർഗമാണ്. യേശു മാർഗം, അത് സൗജന്യമാണ് നമുക്ക്. അപ്പൊ നമ്മളുടെ രീതി സൗജന്യമായത് വാങ്ങുന്നു, വിലയുള്ളത് വിട്ടുകളയുന്നു. മത്തായി 7, 20, 22, 23 നിൽക്കുന്ന എല്ലാവരും സൗജന്യമായി വാങ്ങിയ രക്ഷയും കൊണ്ടാ വന്നേക്കണേ. ഞങ്ങളൊക്കെ കർത്താവായി സ്വീകരിച്ചു. യേശു പറഞ്ഞു, അതുകൊണ്ടൊന്നും ലക്ഷ്യത്തിലെത്തത്തില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ ലക്ഷ്യത്തിലെത്തത്തുള്ളൂ. ആകാശം മാറും, ഭൂമി മാറും, എന്റെ യേശുവിന്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും ഇല്ല. വ്യക്തമായ കാര്യം തിരിച്ചറിയുക. ഇനി അടുത്തത്, കൂടുതൽ പേര് എളുപ്പവഴി സ്വീകരിക്കുകയും ഇടുക്കുവഴി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മളങ്ങനെയല്ലേ? നമ്മളുടെ നോർമൽ രീതി ഏതാ? മിക്സി അരകല്ലും കൂടി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. മിക്സി ഇല്ലേ, അരകല്ല്, നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? മിക്സി. നമ്മുടെ രീതി അങ്ങനെയാ. വാഷിംഗ് മെഷീൻ അലക്കുകല്ലും കൂടി വന്നു, ഏത് തെരഞ്ഞെടുക്കും? വാഷിംഗ് മെഷീൻ. അത് ഈ ലോകത്തിൽ, പക്ഷെ ആത്മീയ ജീവിതത്തിൽ പാടില്ല. കാരണം യേശു ക്രിസ്തു പറഞ്ഞു, വിശാലമായ വഴി, എളുപ്പ വഴി നാശത്തിലേക്കാ. ജീവങ്കിലേക്ക് പോകുന്ന വഴിയും വാതിലും ഇടുങ്ങിയതാ. ഇടുക്കു വഴിയിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും കടക്കാൻ നോക്കും, പറ്റില്ല താനും. അപ്പൊ ഇത് വ്യക്തമായി യേശുവിന്റെ ഈ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തുന്നവർ ന്യായവിധിക്ക് യോഗ്യരാ. കണ്ടില്ല എന്ന് അടിക്കരുത്. ശ്രദ്ധിക്കുക. അടുത്തത്, ഈ ലോകത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഹൃദയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പിശാച് വാഴുന്നത് കൊണ്ട് തിന്മയായത് പെട്ടെന്ന് വ്യാപരിക്കും, നന്മയായത് മറക്കപ്പെടുകയും ചെയ്യുന്ന ലോകമാണ് നമ്മുടേത്. ശരിയല്ലേ? തിന്മയായ കാര്യം പെട്ടാതങ്ങ് വ്യാപരിക്കും. ഒരു സ്ത്രീക്ക് ഒരു തെറ്റ് പറ്റിയാൽ മതി, അല്ലെങ്കിൽ ഒരു പുരുഷന് തെറ്റ് പറ്റിയാൽ മതി, പെട്ടെന്ന് വ്യാപരിക്കും.
ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കടന്നു പോയപ്പോൾ കഴിഞ്ഞു. ഇത് ഇന്നലെ കണ്ടൊരു കാര്യം, ഒരാൾ അനേകർക്ക് വീട് വെച്ചു കൊടുത്തു. അയാളുടെ സമ്പത്തുമുണ്ട്. പക്ഷെ എന്തോ ഒരു ചെറിയൊരു തെറ്റെങ്ങാനും കടന്നു വന്നു, അതങ്ങ് പരത്തുവാണ്. ശരിയാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ആ വ്യക്തിയെ. അപ്പൊ ആള് സജസ്റ്റ് ചെയ്യുക, ഇയാൾ എന്തോരം നന്മയെ ചെയ്ത് ഈ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ പേര് നാറ്റിക്കണേ. അപ്പോ അദ്ദേഹം ഇത്രയും നന്മ ചെയ്തിട്ട് ഞാനിതുവരെ കേട്ടില്ല. പക്ഷെ അത് പറയാൻ ആളില്ല. മനസ്സിലായോ? പക്ഷെ ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ പരത്തിവിടും. അതിന്റെ അർത്ഥം നമ്മളുടെ എല്ലാം മനസ്സ് പിശാച് അതേപോലെ ആക്കി വെച്ചേക്കുക. നന്മ പറയില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്ന സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കുന്ന ആ നിധിയായ സ്വർഗരാജ്യം അതിനെ മറച്ചിട്ടിരിക്കുക. വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി, അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ഇത് ദൈവമക്കളെ പറ്റിക്കാൻ അത് പ്രസംഗിച്ച യേശുവിനെ കൊണ്ട് തന്നെ അങ്ങ് മറക്കുക. യേശുവിനെ കൊണ്ട് തന്നെ യേശുവിന്റെ സുവിശേഷം മറച്ചു. ആ കൂട്ടരാ വന്ന് നിൽക്കണേ മത്തായി, അതിലെ ഇരയായവരാ മത്തായി 21, 22, 23 കിടക്കണേ. അവർക്കെല്ലാം യേശുവിനെ അറിയാം. പക്ഷെ യേശു പ്രസംഗിച്ച സുവിശേഷം അറിയത്തില്ല, പിതാവിനെ അറിയത്തില്ല. അതുകൊണ്ട് പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ യേശു എന്നാ പറഞ്ഞേ? മത്തായി യോഹന്നാൻ 5:24, എന്റെ വചനം കേട്ട് എന്നിൽ നിന്നാ മതി എന്നല്ല യേശു പറഞ്ഞേ. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവരെ വിശ്വസിക്കുന്നവനാ നിത്യജീവൻ. അവൻ ന്യായവിധിയിലാകാതെ ശിക്ഷയിൽ നിന്ന് ജീവനിലേക്ക് അവൻ കടക്കുകയാ. എടുത്തേക്കൊന്ന് വായിച്ചേ 5:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഉറപ്പിച്ചും തറപ്പിച്ചും യേശു ക്രിസ്തു എന്ന ഞാൻ, നിങ്ങളുടെ രക്ഷകനായ ഞാൻ, നിങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന്. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കണം. അല്ലാണ്ട് ഞാൻ തന്നെ എന്നെ അയച്ചെന്നല്ല വിശ്വസിക്കേണ്ടേ. എന്റെ വചനം കേട്ട് എന്റെ അയച്ച സ്വർഗസ്ഥ പിതാവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്. മനസ്സിലായോ? അപ്പൊ ആർക്കാ നിത്യജീവൻ? യേശുവിന്റെ വചനം കേൾക്കണം. യേശുവിന്റെ വചനമാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടുക, അതിന്റെ അപ്പം നിന്നോടുകൂടെ ജീവിക്കാൻ കടന്നു വരുന്നു. നീ സ്വകേന്ദ്രീകൃത ജീവിതം വിട്ട് ദൈവകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മാറുക. ഹല്ലേലൂയ. ഈ വചനം കേട്ട് നീ എന്ത് ചെയ്യണോ? എന്നെ അയച്ച സ്വർഗസ്ഥ പിതാവ് വിശ്വസിക്കണം. ഇന്നത്തെ യേശുവിന്റെ വചനം കേട്ടാൽ ഇങ്ങനെ ഒരു സ്വർഗസ്ഥ പിതാവ് ഉണ്ടെന്ന് പോലും തോന്നത്തില്ല. ഹല്ലേലൂയ. അവർക്കാണ് നിത്യജീവൻ. ആ ജീവൻ പിതാവ് കൊടുത്തു വിടേണ്ട യേശുവിലാണ്. ഹല്ലേലൂയ. യേശുവെ സ്വീകരിക്കുന്നതിലൂടെ ആ പിതാവുമായി നമ്മൾ ഒന്നാവുകയാണ് ചെയ്യുന്നത്. ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. അപ്പൊ ഇത് മനസ്സിലാക്കുക, ഇതാണ് ഈ ലോകം. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട സുവിശേഷകരെ ശ്രദ്ധിക്കുക. ചുമ്മാ നിങ്ങൾ സുവിശേഷം അറിയിക്കാതിരുന്നെങ്കിൽ നിങ്ങളുടെ ശിക്ഷ കുറഞ്ഞു കിട്ടിയാനെ. യാക്കോബ് 3:1 പറയുക, അധിക ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നീ മൈക്കെടുക്കരുത്, നീ ഉപദേശിക്കാൻ പോകരുത്. കാരണം ഇത് വളരെ ശ്രേഷ്ഠകരമായ മാർഗമാണ്. നീ കയറി മൈക്കെടുത്തത് കൊണ്ടാ ഇത്രയും പേര് നരകത്തിലേക്ക് പോകുന്നത്. ക്രിസ്തുവിന്റെ മനസ്സില്ലാതെ കുരുടന്മാർ മൈക്കെടുക്കരുത്, സുവിശേഷം പറയാൻ പോകരുത്. വായിക്കേ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഇനി നമ്മളുടെ ആ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കിലേക്ക് വരാം. അപ്പൊ ഞാനിത് പറയുമ്പോ കുറെ പേര് വേറെ കുറെ ഡൈലൂട്ട് ഇംഗ്ലീഷ് ഉണ്ട്. ഡൈലൂട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, NIV അങ്ങനെയുള്ള കുറെ എണ്ണങ്ങളുണ്ട്. ഡൈലൂട്ട് സാധനം അതെടുത്തോണ്ട് വരും. ദിസ് ഈസ് മൈ ഗോസ്പൽ എന്ന് പറഞ്ഞുകൊണ്ട് അതില്ലാതിരിക്കാൻ നേരെ മൂലഭാഷയിലേക്ക് പോവുക. മൂലഭാഷയില് ആ പറഞ്ഞിരിക്കുന്ന ഭാഗം തിമോത്തി 2:7-8 ഇതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ദിസ് ഈസ് മൈ ഗോസ്പൽ എന്ന് വരും. അതുകൊണ്ട് അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ എന്നല്ല, ദിസ് ഈസ് എന്ന് വരും. അങ്ങനെയല്ല KJV-യിലും ASV-യിലും. നിങ്ങൾ വായിച്ചു ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ
അതിൻ്റെ ഗ്രീക്കാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഗ്രീക്ക് മീനിങ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഭാഗം നമുക്ക് ഒന്നും കൂടെ വിശുദ്ധ ബൈബിളിൽ വായിക്കാം. 2 തിമോത്തി വായിച്ചോളൂ, 7-8. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എൻ്റെ സുവിശേഷം. അതാകുന്നു എൻ്റെ സുവിശേഷം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ദിസ് ഈസ് മൈ ഗോസ്പൽ. ഇനി ഇംഗ്ലീഷിൽ നോക്കിയേ, അത് അങ്ങനെയാണ് കിടക്കുന്നത്. ദിസ് ഈസ് മൈ ഗോസ്പൽ എന്നാണോ അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ എന്നാണോ? വായിച്ചു നോക്കിയേ. കൺസിഡർ വാട്ട് ഐ സേ, ഫോർ ദ ലോർഡ് ഷാൽ ഗീവ് ദീ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ഓൾ തിങ്സ്. റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ് റൈസൺ ഫ്രം ദ ഡെഡ്, ഓഫ് ദ സീഡ് ഓഫ് ഡേവിഡ്, അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ, എൻ്റെ സുവിശേഷ പ്രകാരം. മനസ്സിലായോ? അക്കോർഡിംഗ് എന്ന് വെച്ചാൽ പ്രകാരം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ സുവിശേഷം അനുസരിച്ച്, ഞാൻ പറഞ്ഞ സുവിശേഷം അനുസരിച്ച്. അതായത് ഞാൻ പറഞ്ഞ സുവിശേഷത്തിൽ ആരുണ്ട്? ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ഉണ്ട്. അല്ലാണ്ട് ഇതാണ് എൻ്റെ സുവിശേഷം എന്നല്ല പറഞ്ഞേ. ഹല്ലേലൂയ. കാരണം പൗലോസ് പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദൈവരാജ്യ സുവിശേഷം. ആ ദൈവരാജ്യ സുവിശേഷം പറഞ്ഞാൽ പൗലോസ് ഉടനെ യേശുക്രിസ്തുവിനെ ചേർത്ത് പറയും. മനസ്സിലാകുന്നുണ്ടോ? തെളിവ് വേണോ? ഇതാ പൗലോസിന്റെ റോമയിലെ ജയിൽവാസം, ആദ്യ ജയിൽവാസത്തിൽ അദ്ദേഹം കൂലിക്കെടുത്ത വീട്ടിൽ 2 വർഷം പാർക്കുക. വീട്ടിലാണ് ജയിൽവാസം. ആ ജയിൽവാസത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുക, താൻ കൂലിക്കെടുത്ത വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് യേശു ക്രിസ്തു പ്രസംഗിച്ച, യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ കൽപ്പിച്ച ദൈവരാജ്യം പ്രസംഗിച്ചു. എന്നിട്ട് യേശുവിനെ കുറിച്ച് ഉപദേശിച്ചു. അപ്പോൾ പൗലോസിന്റെ സുവിശേഷത്തിൽ ആരുണ്ട്? യേശു ഉണ്ട്. അതാ പൗലോസ് പറയുന്നേ. വായിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 28 അവസാന ഭാഗം 29-30 വാക്കം. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? റോമിൽ തടവില, വീട്ടുതടങ്കല്ല, കൂലിക്കെടുത്ത വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ എന്നാ പ്രസംഗിച്ചേ? ദൈവരാജ്യം. യേശു എന്താ പ്രസംഗിച്ചത്? അത് തന്നെ. യേശു ശിഷ്യന്മാരെ എന്നാ പ്രസംഗിക്കാൻ കൽപ്പിച്ച? നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു എന്ന് ഘോഷിപ്പീൻ. അത് തന്നെ പ്രസംഗിച്ചു. അത് തന്നെ പ്രസംഗിച്ചിട്ട് ആരെ അറിയിച്ചു? അതിലേക്കുള്ള ഏക മാർഗം കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവാണെന്ന് അറിയിച്ചു. മനസ്സിലായോ? അപ്പൊ തന്റെ സുവിശേഷത്തിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. അതുകൊണ്ടാ താൻ പറയുന്നത്, എന്റെ സുവിശേഷ പ്രകാരം ഞാൻ പറഞ്ഞ ക്രിസ്തു ഇല്ലേ? ഏത് ക്രിസ്തു? ഐഡന്റിറ്റി വേണ്ടേ? ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇല്ലേ? ആ ക്രിസ്തുവിനെ നീ ഓർത്തു കൊള്ളണം. എപ്പോ? കഷ്ടതയിലൂടെ കടക്കുമ്പോ. ഇതാണ് അവിടുത്തെ സന്ദേശം. മനസ്സിലായോ? ഇനി ഒന്നുകൂടി വേണോ? വായിച്ചോ, റോമ 16:25. എങ്ങനെയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ താൻ അറിയിക്കുന്നത്? ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടാണ്. തന്റെ സുവിശേഷം അതാണ്. റോമ 16:25. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ റോമ 16:25 അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും പറഞ്ഞേ, എന്റെ സുവിശേഷത്തിനും താഴേക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം. മനസ്സിലായോ? എത്ര പാർട്ടുണ്ട് ഇവിടെ?
പൗലോസ് പറയാ എന്റെ സുവിശേഷം അതാണ് ദൈവരാജ്യം. അതിലാരും കൂടെ ഉണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗവും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും രണ്ടാ. എന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പ്രസംഗിച്ച സുവിശേഷം, ശിഷ്യന്മാരുടെ എന്ത് പ്രസംഗിക്കാൻ കൽപ്പിച്ചു ആ സുവിശേഷം, അതാണ് ദൈവരാജ്യ സുവിശേഷം. അതാണ് സുവിശേഷം, എന്റെ സുവിശേഷവും. പിന്നെ ആ സുവിശേഷത്തിലേക്കുള്ള ഏക വഴിയായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പ്രസംഗവും. പിടുത്തം കിട്ടിയ? അപ്പൊ രണ്ട് ഭാഗം മനസ്സിലായ? അതിന് ആദ്യത്തെ ഭാഗം കട്ട് ചെയ്യാൻ പിശാചിന് നമ്മൾ കൊടുക്കുന്ന അവസരം. ഇനിയും അവന്റെ കയ്യിൽ കളിപ്പാവേ ആകരുത്. ഇനി യേശുക്രിസ്തു പറഞ്ഞേക്കണം ഇതിനെ കുറിച്ച്. യേശുക്രിസ്തു വായിച്ചേ മാർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം. മാർക്കോസ് 8:35. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടോ? ശ്രദ്ധിച്ചേ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. യേശുക്രിസ്തു പറഞ്ഞേ. ഇനി ആരെങ്കിലും എന്റെയും, എന്റെന്ന് വെച്ചാൽ ആരാ? യേശുക്രിസ്തുവിന്റെ. എന്റെ സുവിശേഷത്തെയും പ്രതി. അപ്പൊ യേശുവിന്റെ കൺസിഡറേഷനില്, പരിഗണനയില് രണ്ടും രണ്ടല്ലേ? ഞാൻ വേറെ, എന്റെ സുവിശേഷം വേറെ അല്ലേ? എന്റെ ഞാനും എന്റെ കാറും. ഇവിടെ യേശു പറയാ എന്റെയും എന്റെ സുവിശേഷത്തെയും പ്രതി. കേട്ടോ? എന്റെ എന്ന് വെച്ചാൽ ജീസസ്. ജീസസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ താൻ പ്രസംഗിച്ച, പിതാവ് ഏൽപ്പിച്ച സുവിശേഷ സന്ദേശമായ ദൈവരാജ്യം. പിടുത്തം കിട്ടിയ? രണ്ടും രണ്ടല്ലേ? രണ്ടും രണ്ടല്ലേ? പിശാച് ഇനിയും നമ്മളെ ജയമെടുക്കാൻ അനുവദിക്കരുത്. അപ്പോ യേശുവിന്റെ ചിന്തയിൽ താനും തന്റെ സുവിശേഷവും വേറെ വേറെയാ. പിടുത്തം കിട്ടിയ? എന്റെയും എന്റെ സുവിശേഷവും. ആളുകൾ പറയാറില്ലേ ഞാനും എന്റെ ഭാര്യയും, ഞാനും എന്റെ മകനും, ഇല്ലേ? അപ്പോ ഞാനും എന്റെ മകനും ഒരാളാണോ വേറെ വേറെയാണോ? രണ്ടും രണ്ടാ. ഇവിടെ യേശു പറയും എന്റെയും എന്റെ സുവിശേഷത്തെയും പ്രതി. കേട്ടോ? ഹല്ലേലൂയ. ഇനി മാർക്കോസ് 10-ാം അധ്യായം. Oh Lord, I love you. Thank you, Papa. I love you. അതിന് 29-ാം വാക്യം. അതിന് യേശു എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ. കേട്ടോ? വീണ്ടും പറഞ്ഞേട്ടോ? അതിന് യേശു എന്റെ നിമിത്തവും എന്റെ സുവിശേഷ നിമിത്തവും. രണ്ടും രണ്ടാണോ ഒന്നാണോ? രണ്ടും രണ്ടാ. മനസ്സിലായോ? എന്റെ നിമിത്തം എന്ന് വെച്ചാൽ വ്യക്തി, സുവിശേഷം എന്ന് പറഞ്ഞാൽ പിതാവ് ഏൽപ്പിച്ച സന്ദേശം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് പിതാവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രന് ഇവൻ എന്തു കൊടുക്കണം? സ്തുതി കൊടുക്കാനല്ല പറഞ്ഞ, ചെവി കൊടുക്കാൻ, സന്ദേശം കേൾക്കാൻ ഇവര് പറയാനുള്ളത്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇവന് ഇത് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിക്കണ്ടെന്ന് പറഞ്ഞു പറയാം. യേശുവിനെ സ്തുതിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഹല്ലേലൂയ. പിതാവിന് കൊടുക്കുന്ന ബഹുമാനം പറഞ്ഞ പുത്രനും ബഹുമാനം കൊടുക്കാം. പക്ഷെ പിതാവിനെ ഒഴിവാക്കി പുത്രനെ ബഹുമാനിക്കുന്നത് ഇന്നത്തെ പരിപാടി അടി കിട്ടണ പരിപാടിയാ. ഹല്ലേലൂയ. അത് അടി കിട്ടണ പരിപാടിയാ. ആര് തന്നെ അടിക്കും? യേശു തന്നെ അടിക്കും. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിലുള്ളതാ. യേശു എന്ന് പറയുന്ന വ്യക്തിയാണ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി താൻ പ്രസംഗിച്ച സുവിശേഷത്തിലേക്ക് വഴിയൊരുക്കി തന്നത്, പിതാവായ ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് വഴിയൊരുക്കി തന്നത്. ഇതാ യേശു പറഞ്ഞ ഞാൻ തന്നെ വഴി സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. അപ്പൊ ഇതും ക്ലിയർ ആയല്ലോ? രണ്ടും രണ്ടാണെന്ന്. ഇനി ആദ്യകാലങ്ങളിൽ ഫിലിപ്പോസ് പ്രസംഗിച്ചത് വളരെ വ്യക്തതയോടെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ബൈബിളിലുണ്ട്.
അവരെ എഴുതിയിരിക്കുകയാണ്. ഫിലിപ്പോസ് അപ്പോസ്തലപ്രവൃത്തി 8:12 പറയാണ്, ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് ദൈവരാജ്യത്തെയും തുടർന്ന് പറയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അർത്ഥം കിട്ടിയ രണ്ടും ഉണ്ട്. അതിനോട് ഒന്ന് കട്ട് ചെയ്യരുത്. ഒന്ന് ലക്ഷ്യം, ഒന്ന് മാർഗം. ഹല്ലേലൂയ. വായിച്ച് 8:12. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തെയും ഇപ്പൊ ആദ്യം എന്താ വന്നു? ദൈവരാജ്യം. അതാണ് സുവിശേഷം യേശു പ്രസംഗിച്ചത്. ഹല്ലേലൂയ. തുടർന്ന് യേശുവിന്റെ നാമം, ആ നാമം വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നത്. പിടുത്തം കിട്ടിയ അല്ല, അത് വെച്ച് യേശു പ്രസംഗിച്ച ലക്ഷ്യം സുവിശേഷം കട്ട് ചെയ്യരുത്, സന്ദേശം കട്ട് ചെയ്യരുത്. വ്യക്തിയെ വെച്ച് വ്യക്തി പറഞ്ഞ സന്ദേശം കട്ട് ചെയ്യരുതെന്ന്. കട്ട് ചെയ്താൽ നിന്നെയും കട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? എന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, അതിനോടൊന്നും കുറയ്ക്കരുത്, നിന്നെ കള്ളനായി പിടിക്കും, ചെയ്യരുത്. ഇതാ വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം അവസാനം വരുമ്പോ എങ്ങനെയാ പറയണേ? ഇതിനോടൊന്നും കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്, ജീവവൃക്ഷത്തിൽ നിനക്കുള്ള പങ്ക് പോകും. സദൃശവാക്യം 30:5 പറയുക, എന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, നിന്നെ കള്ളനായി പിടിക്കും. ഹല്ലേലൂയ. അത് മാത്രം ഒന്ന് വായിച്ചു. 30:5. 30:6. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. മനസ്സിലായോ? നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകാൻ ഇടയാകരുത്. ഇതാ കർത്താവ് അവസാനം പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. അവര് പറഞ്ഞു ഞങ്ങൾ സുവിശേഷം അറിയിച്ചെന്ന്. കർത്താവ് പറഞ്ഞു അധർമ്മം പ്രവർത്തിച്ച ഗെറ്റ് ഔട്ട്. ഹല്ലേലൂയ. അവരാരും പിതാവിന്റെ ലക്ഷ്യത്തിലെത്തിയില്ല. മാർഗത്തെ കയറിയ പോലെ ലക്ഷ്യത്തിലെത്തണം. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്ക് എന്നുള്ളതിന്റെ അവസാനം വ്യക്തതയോടെ തിരിച്ചറിയുക. ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് നിൽക്കാം കേട്ടോ. ആ വാക്യത്തിലേക്ക്, അതായത് തിമോത്തിയോസ് ലേഖനത്തില് നമ്മൾ ഇതാവുന്നു എന്റെ സുവിശേഷം എന്നില്ലേ, അതിന്റെ ഗ്രീക്ക് വേർഡാണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഇതാകുന്നു എന്ന ആ ഗ്രീക്ക്, ആ ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിൽ ഇതാകുന്നു എന്ന് പറഞ്ഞ സാധനം ശരിക്കും അത് ഇതാകുന്നു എന്നല്ല, അത് പ്രകാരം എന്നാണ്. ഒരു പ്രിപ്പോസിഷനാണ്. ഇംഗ്ലീഷിൽ ഒരു പ്രിപ്പോസിഷനായിട്ട് നമുക്കത് കാണാം. ആ ഒരു അത് കണക്റ്റിംഗ് വേർഡാണ്. കണക്റ്റിംഗ് വേർഡ് പ്രകാരം. അതിന്റെ ഗ്രീക്കാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്കറിയാം പുതിയ നിയമപുസ്തകം എഴുതിയിരിക്കുന്ന ഗ്രീക്കില. പഴയ നിയമപുസ്തകം അത് കിടക്കുന്നത് അബ്രായ ഭാഷയിലാണ്. ചെറിയ ഭാഗമൊക്കെ വേറെ ഒരു ഭാഗം കൂടി, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ വേറെ ചെറിയ ഭാഗങ്ങൾ, വേറൊരു ഭാഷയും കൂടി, അരാമിക് ഭാഷയും കൂടി ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് ഈ വേർഡ് സ്ട്രോങ് റെഫറൻസ് നമ്പർ G2596 ആണ്. അതിന് കഥ എന്ന ഒരു പ്രൊനൗൺസിയേഷനിലാണ് അറിയപ്പെടുന്നത്. അത് 432 പ്രാവശ്യം പുതിയ ഉടമ്പടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 432 പ്രാവശ്യം ആ വേർഡ്. അതില് ഇതാ ഒരു 3 പ്രാവശ്യം ഉപയോഗിച്ചത് മാത്രം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. 3 വചനം. അതിലൊന്നും ഇതാവുന്നു എന്നല്ല, പ്രകാരമെന്നാണ്. അതിലൊന്ന് നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇതിന്റെ അർത്ഥമൊക്കെ ഇതിൽ സ്ക്രീനിൽ കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ കോപ്പി എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. പിശാച് നമ്മളെ വെറും മണ്ടന്മാരാക്കരുത്. വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈ വേർഡ് കിടക്കുന്നുണ്ട്. G2956. കളർ മാറ്റിയിട്ടേക്കണുണ്ടോ? വായിച്ചേ. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ ഒക്കെയും ബത്ലഹേമിലും അതിന്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. ശ്രദ്ധിച്ചേ, ഇവിടെ പറയാണ് താൻ അന്വേഷിച്ച പ്രകാരം എന്നുള്ളൊരു വേർഡായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രം 2 years and under according to the time
അക്കോർഡിംഗ് ടു ദ ടൈം, താൻ അത് അന്വേഷിച്ചതനുസരിച്ച്, ആ സമയത്തിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ ടൈം വിച്ച് ഹി ഹാഡ് diligently required the wise men. ആ ജ്ഞാനികളോട് ചോദിച്ചറിഞ്ഞതിനനുസരിച്ച്, മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനികളോട് ചോദിച്ചറിഞ്ഞതിന് അനുസരിച്ച്, അല്ലാണ്ട് ഇതാവുന്നു എന്നല്ല, അനുസരിച്ച്, പ്രകാരം. അർത്ഥം കിട്ടിയോ? അപ്പൊ എന്തിനാ ഈ സെന്റൻസ് കൊണ്ടുവന്നേക്കണേ? അപ്പൊ സെന്റൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം പിടിക്കാൻ പറ്റും. പ്രകാരം. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജ്ഞാനികളോട് കേട്ടറിഞ്ഞതിന് അനുസരിച്ച്. ഹല്ലേലൂയ. നേരത്തെ കേട്ടത് എന്റെ സുവിശേഷം അനുസരിച്ച് ഞാൻ പറഞ്ഞ യേശുവില്ലേ, അതാണ് ഓർക്കേണ്ടത്. അപ്പോ അല്ലാണ്ട് ദിസ് ഈസ് എന്നല്ല. ഇനി അടുത്തത് മത്തായി 9:29 വായിച്ച്. അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായോ? വിശ്വാസം അനുസരിച്ച് നിനക്ക് ഭവിക്കട്ടെ, വിശ്വാസം പോലെ ഭവിക്കട്ടെ, അല്ലാണ്ട് ഇതാവുന്ന വിശ്വാസം എന്നല്ല. നിന്റെ വിശ്വാസം അനുസരിച്ച്, അക്കോർഡിംഗ് ടു യുവർ ഫെയ്ത്ത് ലെറ്റ് ദിസ് ഹാപ്പൻ ടു യു. നിന്റെ വിശ്വാസം അനുസരിച്ച് ഇത് നിനക്ക് ഭവിക്കട്ടെ. മനസ്സിലായോ? അതിന് ഉപയോഗിച്ചിരിക്കുന്ന സെയിം വേർഡാണ് കഥ. ഹല്ലേലൂയ. ക്ലിയർ ആയോ? ഇനി ഒരെണ്ണം നോക്കാം. വായിച്ചാട്ടെ. മത്തായി 16:27. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവരവന്റെ പ്രവർത്തിക്കു തക്കവണ്ണം പകരം നൽകും. പ്രവർത്തികൾക്ക് തക്കവണ്ണം, പ്രവർത്തികൾ പ്രകാരം, പ്രവർത്തികൾ അനുസരിച്ച് പകരം തരും. മനസ്സിലായോ? അതിനുവേണ്ടി ഉപയോഗിച്ചതാണ് കഥ. പ്രകാരം, അനുസരിച്ച്. പിടുത്തം കിട്ടിയ? അതുകൊണ്ട് ഇതാകുന്നു എന്നല്ല, അവനവന്റെ പ്രവർത്തിക്ക് അനുസരിച്ച് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പേരാണ് അനുസരിച്ച്, പ്രകാരം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പേരാണ് അക്കോർഡിംഗ് എന്ന് ഇംഗ്ലീഷിലും ഗ്രീക്കില് കഥ എന്ന് പറയുന്നത്. പിടുത്തം കിട്ടിയ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ആ തിമോഥെയോസ് ലേഖനത്തിൽ എന്റെ സുവിശേഷ പ്രകാരം ഞാൻ പറഞ്ഞിട്ടുള്ള ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവില്ലേ, ആ യേശുവിനെ നീ ഓർത്തോലണം. എങ്ങനെ? കഷ്ടതയിലൂടെ പോകുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം കൂടി തെളിയിച്ചിട്ട് നിർത്താം. ഇവിടെ പൗലോസ് കഷ്ടതയിലൂടെ പോവുക, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തിമോഥെയോസിന്റെ ആ 2-ാം ലേഖനം എടുക്കാം. ഇത് പൗലോസിന്റെ വില്ല് പോലെയാ. നിങ്ങൾക്കറിയില്ലേ, വീട്ടിലെ അപ്പം മരിക്കാൻ പോകുന്നു, അമ്മ മരിക്കാൻ പോകുന്നു, അവസാനം പറയുന്ന വാക്കുകളില്ലേ, ആ വാക്കുകളാണിത്. താൻ ചങ്ങലയിട്ട് കിടക്കുക, വീട്ടുതടങ്കലല്ല, ചങ്ങലയിൽ കിടക്കുക. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ മുഴുവൻ പീഡിപ്പിക്കുക. തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹായിക്കാമെന്ന് പറഞ്ഞ കുറെ വിശ്വാസികളുണ്ടായിരുന്നു, ഏഷ്യക്കാര്, അവരൊക്കെ തന്നെ വിട്ടുപോയി, എല്ലാം പോയി. എല്ലാ പൗലോസ് പറയാം, ഞാനിവിടെ ചങ്ങലൊക്കെ ഒന്ന് കഷ്ടപ്പെടുക, ഏഷ്യക്കാരൊക്കെ എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുകയാണ്. എന്റെ മകനായ തിമോഥെയോസേ, നീയും ഇതേപോലെ കഷ്ടം സഹിക്കണം എന്ന് പറയുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം ചെറുതായിട്ട് അതിൻ്റെ ആ സാഹചര്യം, കോണ്ടെക്സ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. 2 തിമോത്തി അതിൻ്റെ 4:6 ഒന്ന് വായിച്ച് 7. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ പറയുന്നത് എന്തുവാ? 2-3 ദിവസങ്ങളിൽ തന്നെ കൊല്ലും. 2-3 ദിവസത്തിൽ തന്നെ കൊല്ലും. ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്ത്, എന്നെ കൊല്ലാൻ പോവാ, ഞാൻ ജയിലിൽ കിടക്കുക, ചങ്ങല കിടക്കുക, കൊല്ലാൻ പോവാ. അവസാന വാക്കുകളാണ് ഞാൻ നിന്നോട് പറയുന്നേ. അവസാന വാക്കുകളായി പറഞ്ഞു കൊടുക്കുന്നേ. അല്ലാണ്ട് ഈ അവസാനമായപ്പോ താൻ ജനിപ്പിച്ച മകനെ, അത് സുവിശേഷം പറഞ്ഞ് ജനിപ്പിച്ച് പാസ്റ്ററാക്കിയ മകനോട് പറയാണ്, മോനെ ഇതാട്ടാടാ സുവിശേഷം. പാസ്റ്റർ പഠിപ്പിക്കുക മരിക്കണതിന് മുമ്പ്, സുവിശേഷമെങ്കിലും നീ അറിയടാ, ഇതാട്ടാ സുവിശേഷം എന്ന് പഠിപ്പിക്കുകയല്ല. സഹനങ്ങളിലൂടെ പോകണം നീ,
കഷ്ടങ്ങളിലൂടെ പോകണം. ഞാനിവിടെ ചങ്ങല ധരിച്ച് കഷ്ട സഹിക്കുകയാണെന്ന് മനസ്സിലായോ? അവസാനത്തെ പഠിപ്പീര. താൻ മരിക്കുന്നതിന് മുമ്പ് അവസാനം പഠിപ്പിക്കുക. തൻ്റെ വില്ല് പോലെയാ ഇത്, തൻ്റെ ഫാർമല്ലാണത്. താൻ പോവാ മോനെ, ഞാൻ പോവാ, നീതിയുടെ കിരീടം എനിക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ പോവാ എന്ന് പറയുന്ന സന്ദേശം. അല്ലാണ്ട് സുവിശേഷം ഞാൻ പഠിപ്പിക്കുകയല്ല അവിടെ. ഹല്ലേലൂയ. ഇനി അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 8-ാം വാക്യം വായിച്ചേ. എല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചോളോട്ടെ. 8-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. അപ്പൊ എന്തിനെ കുറിച്ചാ പറയണേ? ഞാനിവിടെ ബന്ധനസ്ഥനാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ. അപ്പൊ ഞാനിപ്പോ ആരാ? ബദ്ധന, ജയിലിലാ. എന്നെ കുറിച്ച് നീ ലജ്ജിക്കൊന്നും വേണ്ട. അയ്യോ, പുള്ളിയുടെ കാര്യം കണ്ടില്ലേ? ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീ എന്നോടുകൂടെ കഷ്ട സഹിക്കുക. അപ്പൊ എന്തിനുള്ള സന്ദേശം ഇത്? നീയും എന്നോടുകൂടെ കഷ്ട സഹിക്കേ എന്നുള്ള സന്ദേശമാണ്. ഹല്ലേലൂയ. ഇനിയോ താഴേക്ക് വായിക്കുമ്പോ അതിന്റെ 12-ാം വാക്യം വായിച്ചേ. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. ശ്രദ്ധിച്ചേ, അത് നിമിത്തം ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യാ? സഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി നമ്മൾ താഴേക്ക് വായിക്കുമ്പോ ഉണ്ടല്ലോ, ഇതാ 15-ാം വാക്യം വായിച്ചേ. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു. എന്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ വിട്ടുപോയി. ഭയങ്കര പീഡനം നടക്കുക. ന്യൂറോ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക, എന്നെ കൊല്ലാൻ പോവാ. അവരൊക്കെ എന്നെ വിട്ടുപോയി. നിങ്ങൾ ആ സാഹചര്യം നോക്കണം. ഇനി 17-ാം വാക്യം. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് 16-17 വായിച്ചു. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരോസിനെ കുടുംബത്തിനും കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ താനിപ്പോ എങ്ങനെ കിടക്കുക? ചങ്ങല കിടക്കുക. മനസ്സിലായോ? ജയിലിൽ ചങ്ങല കിടക്കുക. ഈ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ജയിലിൽ താൻ ഇപ്പോ ചങ്ങല കിടക്കുക. ഇനി ഇതാ അത് താഴേക്ക് വായിക്കുമ്പോ അവർ എഴുതിയിരിക്കുകയാണ്. അതിന്റെ 2-3. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. വീണ്ടും അത് തന്നെ പറയണം, നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കേ. ഹല്ലേലൂയ. ഇനിയാണ് പറയുന്നത് അതിന്റെ 7, 8, 9. ഞാൻ നമ്മുടെ വാക്യം അതിലേക്ക് വരിക. ഇത്രയും നേരം കഷ്ട സഹിക്കുക, ഞാൻ ചങ്ങല ധരിച്ച് കഷ്ട സഹിക്കാന്ന് പറഞ്ഞിട്ട് ഇനി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഷ്ട സഹിക്കുമ്പോൾ ആരെ ഓർക്കണ്ടേന്ന് അറിയാമോ? എന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള ആ യേശുക്രിസ്തുവിനെ ഓർത്തോളണം. അവനാണ് നമ്മുടെ ലീഡർ. അവനാണ് കഷ്ട സഹിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്. കാരണം അവൻ പാപത്തോട് പോരാടുന്നതിൽ നാം ഇതുവരെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിന്നിട്ടില്ല. അവൻ പ്രാണത്യാഗത്തോടെ എതിർത്തു നിന്നു. എബ്രായർ 12-ാം അധ്യായം 2-ാം വാക്യം പറയുകയാണ്, ആ യേശുവിനെ നീ ഓർത്തുകൊള്ളണം. എപ്പോ? തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവിഷ്ടം നടപ്പിലാക്കിയ യേശുവിനെ നീ എന്ത് ചെയ്യണം? ഈ കഷ്ടതയിലൂടെ കിടക്കുമ്പോൾ നീയും ഓർത്തുകൊള്ളണം. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. താഴേക്ക് വായിച്ചോ. 7 മുതൽ. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. കേട്ടോ, ട്രാൻസ്ലേഷൻ തെറ്റു മാറ്റി പഠിക്കുക. അതറിയിക്കുന്നതിൽ ഏതറിയിക്കുന്നതിൽ? ചങ്ങല, സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ചങ്ങല ധരിച്ച് ഇവിടെ കഷ്ടം സഹിക്കുക. ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. അതാവുന്നു എന്റെ സുവിശേഷം എന്നല്ല
പകരം നീ കഷ്ടതയിലൂടെ പോകുമ്പോൾ എൻ്റെ സുവിശേഷ പ്രകാരം ഞാൻ പറഞ്ഞിട്ടുള്ള യേശുവിനെ ഓർത്തുകൊള്ളണം. ഏത് യേശുവിനെ? ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവെ ഓർത്തുകൊള്ളുക. മനസ്സിലാകുന്നുണ്ടോ? ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാനിവിടെ കഷ്ടം സഹിക്കുകയാണ്. ഇതാണ് ആ പറയുന്നത്. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയ? അപ്പൊ ഈ ട്രാൻസ്ലേഷൻ തെറ്റുവെച്ചിട്ട് പിശാച് വർഷങ്ങളായി പറ്റിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, യേശുക്രിസ്തു നമുക്ക് സുവിശേഷമാണ്. ആകാശത്തിൽ മനുഷ്യരുടെ മനുഷ്യരെ രക്ഷിക്കാൻ വേറൊരു നാമോ നൽകപ്പെട്ടിട്ടില്ല. പക്ഷെ യേശുവിൻ്റെ നാമം വെച്ച് യേശു പ്രസംഗിച്ച സന്ദേശത്തെ, സുവിശേഷത്തെ മറച്ചാൽ നമ്മുടെ ഭാവി കട്ടപ്പോകാം. പിടുത്തം കിട്ടിയ? അങ്ങനെ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ് മത്തായി 7, 21, 22, 23. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, യേശുക്രിസ്തു നമുക്ക് മാർഗമാണ്. എങ്ങോട്ടേക്കുള്ള മാർഗം? താൻ പ്രസംഗിച്ച സുവിശേഷ സന്ദേശമായ പിതാവോടുകൂടി ജീവിക്കാനുള്ള ആ ഭാഗത്തേക്കുള്ള മാർഗമാണ്. ഒന്നിനെ ക്യാൻസൽ ചെയ്യരുത്, രണ്ടും വേണം. മനസ്സിലാവുന്നുണ്ടോ? ലക്ഷ്യമാണ് യേശു പ്രസംഗിച്ചത് മുഴുവൻ, മാർഗമാണ് യേശുവിൻ്റെ കാൽവരി ക്രൂശിലൂടെ ഒരുക്കപ്പെട്ടത്. പിടുത്തം കിട്ടിയോ? തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ ജീവനുള്ള പുതിയ മാർഗം, പുതിയ വഴി തുറന്നു. അതിലൂടെയാണ് ഞാൻ നിങ്ങൾ രക്ഷപ്രാപിച്ച്, സൗജന്യമായി രക്ഷപ്രാപിച്ച് യേശുവോടുള്ള അനുസരണത്തിലൂടെ, അതാണ് വില കൊടുക്കുന്നത്, അനുസരണത്തിലൂടെ ഞാൻ നിങ്ങളും ദൈവരാജ്യം അവകാശമാക്കേണ്ടത്. കാര്യം പിടുത്തം കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയും നിങ്ങളെ പറ്റിക്കാൻ സമ്മതിക്കുമോ? പിശാച് ഇനിയും തോപ്പിക്കുവോ? ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഈഗോ വിട്ടുകളാ. നിങ്ങൾക്കൊക്കെ തോന്നും ഞങ്ങളെ മണ്ടനാക്കിയില്ല ഇവൻ. നിങ്ങളെ ആരും മണ്ടനാക്കിയതല്ല, പകരം ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വലിയ പണ്ഡിതന്മാരൊക്കെ ആയിരിക്കുമല്ലോ, ഗ്രീക്കും ഒക്കെ അറിയാവുന്ന ആളുകളല്ലേ, ഒന്ന് പരിശോധിക്കുന്നേ. ഈ സാഹചര്യം മുഴുവൻ പരിശോധിക്കുക. എന്നിട്ട് നമ്മൾ എന്തിനാ കടലും കരയും കടന്ന് പലരെയും മർദ്ദിച്ചേർത്ത് നമ്മളും അവരെയും ഇരട്ടിച്ച് നരകസന്ധിയാക്കുന്നേ? പകരം നമുക്ക് ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് യേശു പറഞ്ഞ സുവിശേഷം നമുക്കും പ്രസംഗിക്കാം. യേശു കൽപ്പിച്ച സുവിശേഷം നമുക്കും പ്രസംഗിക്കാം. പൗലോസും കുട്ടിയൊക്കെ പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തെ യേശുവിനെയും നമുക്കും പ്രസംഗിക്കാം. അപ്പസ്തോലന്മാർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കും ചെയ്യാം. എന്തിനാ സമൂഹത്തിനും എന്തിനാ ഡിനോമിനേഷനും വേണ്ടി നമ്മുടെ ഭാവിയെയും ജനത്തിന്റെ ഭാവിയെയും നഷ്ടപ്പെടുത്തുന്നത്? നമുക്ക് ഭാവിയിലേക്ക് എത്തിച്ചേരാം. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. അപ്പോൾ ഇനി കുരുടന്മാരായ വഴികാട്ടികളാകാതെ യേശുവിനെ പോലെ ദൈവരാജ്യം പ്രസംഗിച്ചും അതിലേക്കുള്ള ഏക വഴിയായ യേശുവിനെയും അറിയിച്ച്, കാൽവരി ക്രൂശിലെ യാഗത്തെ അറിയിച്ച് നമുക്ക് അതിവേഗം ഒരല്പ ദിവസം ഈ ശ്വാസമുള്ളൂ, ഈ ശ്വാസം തീർന്നതിന് മുമ്പ് സത്യത്തിന് സാക്ഷി നിന്നുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് കടക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവസ്ഥനിൽ എഴുന്നേറ്റാട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. താങ്ക് യു. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളും തങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ചാട്ടെ. ഈ നാളുകളൊക്കെയും യേശുക്രിസ്തു പ്രസംഗിച്ചതും യേശുക്രിസ്തു കൽപ്പിച്ചതുമായ സുവിശേഷം ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇല്ല എന്ന് അറിഞ്ഞിട്ടും അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് പോലും എടുക്കാതെ തന്നെ ചതിക്കുന്നവരായി നമ്മൾ ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മളെ തന്നെ ചതിക്കുന്നവരായി മാറിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകനാകാതെ അത് അനുവർത്തിക്കുന്നവൻ കൂടെ ആവുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിന്റെ അധികാരമാണ്, അധികാരസീമയാണ്. ആ ദൈവരാജ്യം ഭൂമിയിൽ വരാൻ വേണ്ടിയാണ് യേശുക്രിസ്തു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ നല്ലൊരു പങ്കും ആ പ്രാർത്ഥനയെ ഒഴിവാക്കി. അത് പിശാച് നമ്മളെ ജയിച്ചതാണ്. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞത്, ദൈവരാജ്യം വരുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക മാത്രമല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചു എന്ന് പ്രസംഗിക്കുക. ഇതെല്ലാം ഒഴിവാക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പാകെ, ആ സമൂഹത്തിനാണ് ഇന്ന് ക്രിസ്ത്യൻ സമൂഹം എന്ന് പേര് വിളിക്കുന്നത്. പിശാച് അവരെ നോക്കി ചിരിക്കുന്നു. ഞാൻ നിങ്ങളെയൊക്കെ പറ്റിച്ചു, ഇനിയും സാത്താൻ നമ്മളെ ജയിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് യേശുവിനെ അനുഗമിച്ചും അനുസരിച്ചും നമുക്ക് പിതാവിന്റെ അടുക്കിലേക്ക് യാത്രയാകാം. ദൈവത്തോടൊന്ന് സംസാരിച്ച് നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് എന്താ അപ്പനോടും തിരികെ പറയാനുള്ളത്?
ഒരു കൂട്ടർ എന്നെ എറിയാൻ കല്ലെടുത്തിട്ടുണ്ടാകാം. പക്ഷേ ഒരു കൂട്ടർക്ക് അപ്പനോട് എന്തോ പറയാനുണ്ട്. അപ്പാ നന്ദി, ഇനി ഈ ചതിയിൽ വീഴാതെ എന്നെ അങ്ങ് നടത്തിയതിനായി നന്ദി. അങ്ങനെ പറയുന്നവർക്കായി സ്തോത്രം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വെളിപ്പെടുത്തുന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കുരുടന്മാരായ വഴികാട്ടികളാകാതെ ഞങ്ങൾ ജനത്തെ മാർഗത്തിൽ കയറ്റി നിർത്തി അവസാനിപ്പിക്കുന്നവരാകാതെ ലക്ഷ്യത്തിലെത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവൃതിയിൽ തുടർന്ന് ശ്രവിക്കാൻ പോകുന്ന എല്ലാവരെയും വെച്ച് പ്രാർത്ഥിക്കുന്നു. സുവിശേഷകരെ ശ്രദ്ധിക്കുക, ഇത് മനസ്സിലാക്കുക. സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം! എന്നാൽ അത് സത്യമല്ലാതെ കുരുടന്മാരായ വഴികാട്ടികൾ അനേകരെ നശിപ്പിക്കാനിടയാവുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പാതകളിലേക്ക് തിരിയുക. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അല്പ ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസം ക്രിസ്തുവിനായി നമുക്ക് ജീവിക്കാം. ക്രിസ്തു എങ്ങനെ പിതാവിനായി ജീവിച്ചു അതേപോലെ എല്ലാ മഹത്വം സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. അപ്പോൾ തന്നെ ഈ ജനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ കരം കൂട്ടായിരിക്കണമേ. രോഗങ്ങളിൽ ഭാരപ്പെടുന്നവർ ഈ ശബ്ദ കാഴ്ചപരിധിയിലുണ്ട്. പല വ്യസനങ്ങളാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ അനുഭവിക്കുന്ന പലരുമുണ്ട്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ മേലെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ സമാധാനം വ്യാപരിക്കട്ടെ. പിശാചിനോട് കൽപ്പിക്കുന്നു, നിന്റെ കൈയെടുക്ക്, ഈ ജനം സ്വതന്ത്രമാകട്ടെ. സർവ്വമഹത്വം പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു. എല്ലാ മഹത്വവും പിതാവേ അങ്ങേക്ക്. പ്രിയരെ, നാളെ തിരുവത്താഴ് ശുശ്രൂഷയാണ്. കഴിയുന്നവരെല്ലാവരും കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സന്തോഷിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.